വൺസ് നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുടി മൊത്തം കൊഴിഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എൻ്റെ ഹെയർ ഫോളിൻ്റെ ഇഷ്യൂവിനെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മെസ്സേജും എനിക്ക് കിട്ടിയ കമൻസും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കിട്ടിയ മെസ്സേജും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ ഈ പറയുന്ന പോലെ ഇത്രയധികം പ്രശ്നമുണ്ടോ ഈ മിനോക്സിഡിന്? ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം, പല കാര്യങ്ങളും കാരണമായിട്ടുണ്ടാവാം. അതിൽ ഏറ്റവും ബേസാണ് ഇപ്പം ജനറ്റിക്കലി കിട്ടുന്നത്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോകുന്ന ഈ പൂമൊട്ടയാവുന്ന അവസ്ഥ. രണ്ടാമത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാൻ കാരണമുണ്ട്. അതിപ്പോൾ എൻ്റെ കാര്യത്തിൽ വന്ന പോലെ ഒരു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാവാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഹൈ സ്ട്രെസ് കാരണമോ, ഇവയൊക്കെ ആവാം. ഇതൊക്കെ നിങ്ങളെ ഹെയർ ഫോളിന് വളരെയധികം റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ജനറ്റിക്കലി നല്ല ഹെയർ ഫോൾ ഉണ്ട്, അയാൾ കഷണ്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പുതിയ ബേബി ഹെയർ വരാനും ആ നിലവിലുള്ള മുടീനെ മാക്സിമം പിടിച്ചു നിർത്താനും മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ടെമ്പററി, ബിക്കോസ് അയാളുടെ ഹെയർ ഫോളിൻ്റെ മെയിൻ റീസൺ ജനറ്റിക് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാണ്ട് ഒരിക്കലും അയാൾക്ക് പെർമനൻ്റ് ആയിട്ട് ഹെയർ ഫോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അയാൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും, മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബെനിഫിറ്റ് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് ടു പഴയ കണ്ടീഷനിലേക്ക് പിന്നെയും പോകും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മിനോക്സിഡിൽ യൂസ് ചെയ്ത് പോവാം. ഒരുപാട് ആളുകൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചിട്ട് ആ രീതി തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ടെമ്പററി റീസൺ കൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആക്കാൻ മിനോക്സിഡിൽ യൂസ് ചെയ്യാം. അതൊരു ഷോർട്ട് ടൈം പീരീഡിൽ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. ബിക്കോസ് ആ ടൈം പീരീഡിൽ നിങ്ങൾ അയാളുടെ മെയിൻ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും ആ ഹെയർ ഫോളിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഫിനിഷ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് ടു പഴയ കണ്ടീഷനിലേക്ക്, അതായത് നല്ലൊരു ഹെൽത്തി ഹെയർ ഗ്രോയിങ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെ അതിനുശേഷം മിനോക്സിഡിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്ക് ആവുന്നത് ജസ്റ്റ് ഒരു സപ്പോർട്ടറായിട്ടാണ് വർക്ക് ആവുന്നത്. ആക്ച്വലി മിനോക്സിഡിലിൻ്റെ റോളും അത്രയേ ഉള്ളൂ ശരിക്കും.